ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇപ്പോൾ എല്ലായിടത്തും നല്ല മഴയും സ്കൂളൊന്നും ഇല്ല ആർക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിലിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ഞാനും ഇവിടെ മഴ നോക്കി ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കുകയാണ്. ഇപ്പം ഇത്തിരി മഴ കുറവുണ്ട്. ഇന്നലെയൊക്കെ നല്ല പെരുമഴയായിരുന്നു. അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും വേഗം തന്നെ മാറി പഴയ പോലെ ആവട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പിന്നെ മഴ ചെറുതായിട്ട് ഇങ്ങനെ തൂളലുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ വെയിൽ വരും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മഴ വരും. പിന്നെ വെള്ളം കയറിയതൊക്കെ ഇറങ്ങി. ഇപ്പോൾ എല്ലാവരും ഓക്കെയാണ്. കാരണം ക്യാമ്പുകളിൽ പോയവരൊക്കെ തിരിച്ചു വന്നു വീട് ഒതുക്കലൊക്കെ ആയിട്ടാണ്. അപ്പൊ എത്രയും പെട്ടെന്ന് മഴയൊക്കെ മാറി ആർക്കും അങ്ങനെ അപകടങ്ങളൊന്നും വരില്ല എന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. അപ്പൊ വേഗം തന്നെ മഴയൊക്കെ മാറും. പിന്നെ നിങ്ങളുടെ ഭാഗത്ത് എങ്ങനെയുണ്ട്, നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ എല്ലാവരും. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനും കുഞ്ഞേറ്റനും കൊണ്ട് നിന്ന് മഴ കാണാൻ തുടങ്ങി പുറത്ത് എന്നിട്ട് ഞങ്ങളിങ്ങനെ ഓരോന്നും പറഞ്ഞിങ്ങനെ നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കുറുമ്പൻ കുഞ്ഞ് വന്നു കേട്ടോ, കുക്കു. അവനെ കുറച്ച് നേരം ഇരുത്തി കളിപ്പിച്ചു. അവനാണെങ്കിൽ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതെടുത്ത് എൻ്റെ ടാബിൻ്റെ മുകളിൽ അടിക്കലൊക്കെയാണ് പണി. അവന് ടാബ് കൊടുക്കുന്നത് വെറുതെ തോണ്ടാനാണ്, പക്ഷെ അതിൻ്റെ മുകളിൽ ഓരോന്നിട്ട് അടിക്കലാണ് അവൻ്റെ പരിപാടികൾ. ഈ ഫോട്ടോ എനിക്ക് സത്യം പറഞ്ഞ ഒരു ചേച്ചി എഡിറ്റ് ചെയ്തിട്ട് അയച്ചതാണ്. ഏതാ ചേച്ചി? അത് കൊറിയയിലുള്ള ചേച്ചി. കൊറിയയിലാണ് ആ ചേച്ചി പഠിക്കണേന്നാണ് പറഞ്ഞേക്കുന്നത്. ചേച്ചി വീട് കാണാറില്ല, കൊറിയയിലാണ് പഠിക്കണെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പം എന്താ പേരെന്നറിയോ? ഇൻസ്റ്റയില് പരിചയമുള്ളതല്ലേ? ഇപ്പൊ ചാറ്റ് ചെയ്യാറില്ല? ഇടയ്ക്ക് ആ ചേച്ചി അധികം ഇൻസ്റ്റയില് വരുന്നില്ല ഇപ്പൊ. ഇടയ്ക്ക് ചാറ്റ് ചെയ്യും, ഇടയ്ക്ക് വരും. അപ്പോൾ അവിടെ എന്തോ പഠിക്കുകയാണ്. ചേച്ചി പേര് എനിക്ക് ഓർമ്മയില്ല. ഞാൻ ചേച്ചു എന്നാണ് വിളിക്കുക, ചേച്ചു. അപ്പോ ഇത് എനിക്ക് ആ ചേച്ചി എഡിറ്റ് ചെയ്ത് നോക്കാണ്. ചേച്ചി എഡിറ്റ് ചെയ്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ സ്റ്റോറി ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനത് ഹാബ്ലിസ്റ്റിക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തു. എടി ഇതൊരു ചേച്ചി എഡിറ്റ് ചെയ്ത് അടിയെന്ന് പറഞ്ഞിട്ട് അയച്ചു കൊടുത്തു. അപ്പോൾ ആ ഫോട്ടോ ഞാൻ എന്ത് ശരിക്കും ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല ഈ ഫോട്ടോ ഇങ്ങനെ ചെയ്തിരുന്നു. ഞാൻ ഫോട്ടോ കണ്ടപ്പോൾ ചേച്ചി ചിലപ്പോൾ ഞങ്ങളെല്ലാവരും നിൽക്കണതായിരിക്കും, ഇല്ലെങ്കിൽ എൻ്റെ വല്ലതായിരിക്കും എന്നാണ് വിചാരിച്ചത്. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്ത് തന്നതാണ് ചേച്ചി. ആ ചേച്ചി എഡിറ്റ് ചെയ്തതുകൊണ്ട് അവൾക്ക് ഞാൻ അയച്ചു കൊടുത്ത് അങ്ങനെ അവിടെ എനിക്കത് ചെയ്തു തന്നു. ഇങ്ങനെ അവരെല്ലാവരും കൂടെ. അയ്യോ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്. ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാൻ ഇന്നത് ചെയ്യുന്നത്. ഇപ്പം കുക്ക് ഇടയ്ക്കിടയ്ക്ക് നാക്ക് നീട്ടുന്നുണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നാണെങ്കിൽ. അപ്പം ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനാണ് ഞാൻ. നമ്മൾ പെൺകുട്ടികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിട്ടുള്ളൊരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പം എല്ലാവരും ആരും സ്കിപ്പ് ചെയ്യാണ്ടൊക്കെ കാണാം. പിന്നെ ഗൈസ്, നമ്മുടെ കുക്കിൻ്റെ ബർത്ത്ഡേ ആണ് ആഗസ്റ്റ് 2. ഇപ്പൊ ഇന്ന് 31 അല്ല 30 ഇന്ന് 31 31 1 2 3 ദിവസം കഴിഞ്ഞാൽ നമ്മുടെ ഗൂഗിളിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ ബർത്ത്ഡേയുടെ ഇന്ന് നിങ്ങൾക്കൊരു സർപ്രൈസ് വരുന്നുണ്ട്. നിങ്ങൾ അത് കണ്ട് ഞെട്ടിത്തരിക്കണം. വേറെ ഒന്നുമില്ല, പാഡാണ് ഇത്. നമ്മുടെ എവർടീന്റെ റിലാക്സ് നൈറ്റ് പാഡാണ്. പക്ഷെ ഇത് നൈറ്റിൽ മാത്രമല്ല, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കുറെ പേര് ചോദിക്കുമ്പോൾ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറില്ലെന്ന്. ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്കിങ്ങനെ ഓരോ പ്രൊഡക്റ്റുകൾ അയച്ചു തരുമ്പോൾ എനിക്കത് യൂസ് ചെയ്തിട്ട് വേണമല്ലോ നിങ്ങൾക്ക് അത് നല്ലതാണെങ്കിൽ എനിക്ക് റിവ്യൂ തരാൻ പറ്റുള്ളൂ. അപ്പൊ അത് കാരണം ഞാൻ യൂസ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നിങ്ങൾക്ക് ഞാൻ റിവ്യൂ തരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാറൊക്കെ ഉണ്ട്, അങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല. അപ്പം ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇത് ഇപ്പോൾ വന്ന കാരണം ഞാൻ ഇത് കുറച്ച് ദിവസം യൂസ് ചെയ്തു. അപ്പോൾ ഇതിനകത്തൊരു 40 പാഡോളം വരുന്നുണ്ട്. പക്ഷെ ഞാൻ യൂസ് ചെയ്ത കാരണം ഇപ്പം കുറവാണ് കേട്ടോ. ഇപ്പം കുറച്ചല്ല, എന്നാലും പാഡുകൾ കുറവാണ് കണ്ടു ഞാൻ യൂസ് ചെയ്ത കാരണം. പിന്നെ ഇതിന്റെ കൂടെ ഒരു സംഭവം കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു റോൾ ഓൺ ആണ്. ഇത് നമുക്ക് പീരീഡ്സ് ടൈമില് വയറുവേനൊക്കെ വരുമ്പം അവിടെ ഇങ്ങനെ പുരട്ടി കൊടുക്കുക. റോൾ ഓൺ പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഞാനിത് കാണിച്ചു തരാം, തുറന്ന് കാണിച്ചു തരാം. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലൊരു ലിക്വിഡ് പോലത്തെ ഒരു സംഭവമാണ്. ഇത് നമുക്ക് ഇങ്ങനെ പുരട്ടി കൊടുക്കാം വേദന ഉള്ള ഭാഗത്ത്. അപ്പൊ നമുക്ക് വേദന ഒന്ന് കുറഞ്ഞു കിട്ടും. അങ്ങനെ ഒരു സംഭവമാണ്. മറ്റ് പാഡുകളെ അപേക്ഷിച്ചിട്ട് എനിക്ക് നല്ലത് അഫോർഡബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇതിന്റെ MRP വന്നിട്ട് 499 ആണ്. പക്ഷെ ഇത് ആമസോണിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അതിന് നല്ല ഓഫർ പ്രൈസിന് കിട്ടും. പാഡ് കാണിച്ചാൽ ഇത് വളരെ തിന്നായിട്ടുള്ള ഒരു പാഡാണ്. ചിലവർക്കൊന്നും ഇങ്ങനെ കട്ടിയുള്ളതൊന്നും ഇഷ്ടപ്പെടില്ല, പക്ഷെ ഇത് നല്ല തിന്നാണ് ഗൈസ്, കണ്ടോ. അപ്പോൾ നമുക്കിത് വെച്ച് കഴിഞ്ഞാൽ വെച്ചതിൻ്റെ ഒരു ഫീലൊന്നും ഉണ്ടാവില്ല, കാരണം നല്ല തിന്നാണ്. പിന്നെ അങ്ങനെ ഫ്ലോ ചെയ്ത് പോവൊന്നുമില്ല ഇതിനകത്ത്. ഡെലിവറി കഴിഞ്ഞവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ്. കാരണം എബിയാനി ഡെലിവറി കഴിഞ്ഞപ്പോൾ ഇതായിരുന്നു യൂസ് ചെയ്തിരുന്നത്. അബ്സോർബ് ചെയ്യും. അപ്പം നല്ല ബ്ലീഡിങ് ഉള്ളവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആണ്. ചില പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഇച്ചിങ്, ഇറിറ്റേഷൻ, പിന്നെ നന്നായിട്ട് വേർക്കും, സ്വെറ്റ് ആവും. അപ്പം അങ്ങനെയുള്ള പ്രോബ്ലങ്ങളൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇങ്ങനെയാണ് നമുക്ക് സ്റ്റിക്കർ വരുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ പാൻറ്റീസിൽ നന്നായിട്ട് സ്റ്റിക്കായിട്ടിരിക്കും. പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ മര്യാദയ്ക്ക് പാൻറ്റീസിൽ സ്റ്റിക്ക് ആവാതെ അത് ഇങ്ങോട്ടും ഇങ്ങനെ നീങ്ങും, ഇങ്ങനെ ലീക്ക് ആവും. പക്ഷേ ഇതിൽ അങ്ങനെയൊന്നും വരുന്നില്ല ഗൈസ്.
നോർമൽ പാഡുകളെ അപേക്ഷിച്ച് ഇത് 3 ഇരട്ടി അബ്സോർബ് ചെയ്യും. ചില പാഡുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ നനവ് ഫീൽ ചെയ്യും, പക്ഷെ ഇതിൽ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവില്ല. പിന്നെ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യാൻ പേടിയുള്ള കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാം, നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇത് വാങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങൾ യൂസ് ചെയ്തിട്ട് എനിക്ക് അതിൻ്റെ റിവ്യൂ പറയാം. ഓക്കെ.